അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സമൂഹത്തിനോട് നിരീശ്വരവാദികളൊക്കെ ഇപ്പോൾ നവനാസ്തികർ എന്ന് പറയപ്പെടുന്ന ആളുകളൊക്കെ ദൈവത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. തലമുറയെ എങ്ങനെയെങ്കിലും ഈ വിശ്വാസങ്ങളിൽ നിന്ന്, മതങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും വ്യതിചലിപ്പിച്ച് അവരെ പുറത്തു ചാടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവർ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ബഹുമാനപ്പെട്ട സന്തോഷ് ജോർജ് കുളങ്ങര, അദ്ദേഹം വരെ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ദൈവത്തിന് നമ്മുടെ സ്വർഗത്തിൽ എന്ത് വാഴയ്ക്ക ഉണ്ടാക്കാനാന്നൊക്കെ ഉള്ള ഒരു വല്ലാത്തൊരു പ്രയോഗമൊക്കെ അദ്ദേഹം നടത്തിയത്. നോക്കൂ, ചില ആളുകൾക്ക് ചില കാര്യങ്ങളിൽ ഒരുപാട് അറിവുണ്ടാകും, പക്ഷെ വേറെ ചില കാര്യങ്ങളിൽ അവർക്ക് അറിവ് വളരെ കുറവായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ സന്തോഷ് കുളങ്ങര അദ്ദേഹം ഒരുപാട് ഹിസ്റ്ററിയെ പറ്റിയൊക്കെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. ലോകം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന വലിയൊരു ബുദ്ധിജീവിയാണ്. പക്ഷേ ദൈവം, അതുപോലെ തന്നെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഈ മതവും അതുപോലെ തന്നെ ദൈവത്തെ പറ്റിയിട്ടൊക്കെയുള്ള അറിവ് അദ്ദേഹത്തിന് ശൂന്യമാണ്. അദ്ദേഹം അതിൽ വലിയൊരു പരാജയമാണ്. എങ്കിലും അറിയാത്ത കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഉചിതം. അതല്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. ഇതൊന്നും ചെയ്യാതെ അദ്ദേഹം വേറൊരു മേഖലയിൽ അദ്ദേഹം പ്രശസ്തനായിക്കൊണ്ടിരിക്കെ അദ്ദേഹം എല്ലാ മേഖലയിലും കയറി അദ്ദേഹം അഭിപ്രായം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരിയാണ്, അദ്ദേഹം പറയുന്നതാണ് ശരി എന്നുള്ളത് രീതിയിലൊക്കെ അദ്ദേഹം സംസാരിക്കുന്നത് വളരെ അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളുമാണ്. നോക്കൂ, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 75 വർഷങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്ക് എന്താണ് അറിവുള്ളത്, എന്തറിവാണുള്ളത്, അന്നൊക്കെ എന്താണ് ഇവിടെയുള്ള പുരോഗമനം, കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കൂ, 75 വർഷങ്ങൾക്ക് ഇങ്ങോട്ടാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഒരുപക്ഷെ മതത്തെയും ദൈവത്തെയും തള്ളിപ്പറയാൻ വേണ്ടി അദ്ദേഹം ഒരു കുറുക്കു വഴി ഉപയോഗിച്ചതാവാം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇലക്ട്രിസിറ്റി വയറിലൂടെ കടത്തിവിടുന്നതും, അതുപോലെ തന്നെ അതുപയോഗിച്ച് ബൾബ് കത്തിക്കുക, അതുപോലെ തന്നെ ആദ്യമായി റെയിൽ ട്രാക്ക് ഉണ്ടാക്കി അതിലൂടെ ട്രെയിൻ ഓടിക്കുക, ഇങ്ങനെയൊക്കെ നടന്നത് നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്താണ്. അപ്പോൾ ഒന്നുമില്ലായ്മ, അതായത് ഒന്നും അറിയാത്ത ഒരു കാലത്ത് നിന്ന് പല സാധനങ്ങളും ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് ഉണ്ടാക്കിക്കൊണ്ടുവരുവാനാണ് ഏറ്റവും വലിയ ബുദ്ധിയും അതുപോലെ തന്നെ ശ്രമവും വേണ്ടത്. ചില ശാസ്ത്രജ്ഞന്മാരൊക്കെ നമ്മൾക്കറിയാം, അവരൊക്കെ അവരുടെ ജീവിതം തന്നെ ഇങ്ങനെ കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച് തീർത്തവരാണ്. ഒരു ചെറുതായെങ്കിലും ഒരു കണിക കണ്ടുപിടിച്ചതിന് ശേഷം പിന്നീട് അങ്ങോട്ട് അതിൻ്റെ അപ്ഡേഷൻസ് നടത്തുക എന്നുള്ളത് കുറച്ചുകൂടെ എളുപ്പമാണ്. പക്ഷേ 75 വർഷം മുമ്പുള്ള ആളുകൾക്ക് ഇത് ഒന്നും അറിയാത്ത ആളുകളാണ്. അതിന് ശേഷമുള്ളതാണ് ഈ വന്ന മാറ്റങ്ങളൊക്കെ. അപ്പോഴാണ് 1000 ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ മതങ്ങളൊക്കെ പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് അതിനെപ്പറ്റി വിവരശൂന്യതയാണ്. ഞാനത് കൂടുതലായിട്ട് പറയുന്നില്ല. എൻ്റെ പറയാൻ ശ്രമിച്ച ഭാഗം ഇതാണ്. ഈ നവനാസ്തികർ അല്ലെങ്കിൽ നിരീശ്വരവാദികളൊക്കെ എപ്പോഴും ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ലോകത്ത് ഒരുപാട് പാവപ്പെട്ട ആളുകൾ പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചെറിയ മക്കളൊക്കെ പട്ടിണി കിടന്ന് മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. ഇപ്പോൾ ഗസയിലൊക്കെ നമുക്കറിയാം, റഫേലൊക്കെ മുഴു പട്ടിണിയാണ്. പട്ടിണിയൊക്കെ മൂലം ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു, കുട്ടികൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ചെറിയ പിഞ്ചു കുട്ടികളുടെയും കുടുംബങ്ങളുടെയും ഒക്കെ തലയിൽ കൊണ്ടുവന്ന് അതിമാരകമായ ബോംബുകൾ വർഷിച്ചുകൊണ്ടിരിക്കുന്നു. അവർ പൊട്ടിച്ചിതറിപ്പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അശാന്തിയും അതുപോലെ തന്നെ പട്ടിണിയും രോഗങ്ങളും കഷ്ടപ്പാടും ദുരിതമൊക്കെ ആളുകളും ചെറിയ കുട്ടികളൊക്കെ അനുഭവിക്കുമ്പോൾ ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം ഒന്ന് ഇടപെടണ്ടേ? അവർക്കതില്ലാതെ ചെയ്തു കൊടുക്കാൻ ദൈവത്തിന് കഴിയുമല്ലോ. അപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയാനാ? അങ്ങനെ ഒരു ദൈവമുണ്ടോ എന്നുള്ള രീതിയിലാണ് ഇവർ കൊണ്ടുവരുന്നത്. സത്യത്തിൽ പരിശുദ്ധ ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കുകയാണെങ്കിൽ, ഇസ്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ഈ ലോകത്തെ ജനങ്ങൾക്ക് ഉത്ബോധനം കിട്ടാൻ വേണ്ടിയിട്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ട് അയക്കപ്പെട്ട എല്ലാ പ്രവാചകന്മാർക്കും മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. ആ മാർഗനിർദ്ദേശങ്ങൾ അത് അവരുടെ ഗോത്രങ്ങൾക്കും ആളുകൾക്കുമൊക്കെ ആ പ്രവാചകന്മാർ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചിരുന്നു. ആ കൂട്ടത്തിൽ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും അവസാനത്തെ പ്രവാചകനായ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്കും അതുപോലെ ഒരു വേദഗ്രന്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി അയച്ച ഒരു ദൂതനാണ്. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, ഏതൊക്കെ രീതിയിൽ ജീവിക്കണം, അവൻ്റെ ഉദ്ദേശം എന്താണ്, അവൻ്റെ ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ ഏതൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള പൂർണ്ണമായ മാർഗനിർദ്ദേശങ്ങളാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. അതുപോലെ തന്നെ മുൻകഴിഞ്ഞു പോയ ആളുകളുടെ ചരിത്രങ്ങൾ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യയനങ്ങളിലൂടെ അതിനെ നമ്മൾക്ക് വിശദമായി പഠിപ്പിച്ചു തരുന്നുണ്ട്, ഒരാൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ പറ്റി.
കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്, സ്വാർത്ഥത പാടില്ല. നിങ്ങൾ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്, കലാപങ്ങൾ ഉണ്ടാക്കരുത്, നിങ്ങൾ അന്യരുടെ മുതൽ പിടിച്ചു വെക്കരുത്. അതായത് ശരീരം കൊണ്ട്, അതായത് ആരോഗ്യം കൊണ്ട്, ആരോഗ്യമുള്ളവനുണ്ട്, ആരോഗ്യം കുറഞ്ഞ ആളുണ്ട്, സമ്പത്തുള്ളവനുണ്ട്, കുറഞ്ഞ ആളുകളുണ്ട്. അതുകൊണ്ട് ഉള്ളത് എന്താണോ അതിൽ നിന്ന് നിങ്ങൾ ഇല്ലാത്തവന് പങ്കുവെക്കുക. അതായത് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഉണ്ണുന്നവൻ എന്നിൽപ്പെട്ടവനല്ല, ഈ സമുദായത്തിൽപ്പെട്ടവനല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ എല്ലാ മേഖലകളും എടുത്തു നോക്കിയാലും അവിടേക്ക് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊന്നും വകവെക്കാതെ അല്ലെങ്കിൽ ഇതൊന്നും പഠിക്കാതെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെയുള്ള ആളുകൾ, ഇപ്പം തന്നെ നമ്മൾക്കറിയാം ഫാസിസം കൊടികുത്തുന്ന കാലമാണ്. ഇസ്രായേലിൻ്റെ സ്വാർത്ഥതയും അവരുടെ അക്രമവും അവരുടെ ഭീകര സ്വഭാവവും ഒക്കെ ഒരു സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കുകയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നതിന് ഫലമായിട്ടാണ് അവിടെ പട്ടിണി ഉണ്ടായത്. ലോകത്ത് മുഴുവൻ പലരും പട്ടിണി കിടക്കുന്നത് സമ്പന്നരായ ആ കുറച്ച് ആളുകൾ ആർക്കുമൊന്നും കൊടുക്കാതെ പിടിച്ചു വെക്കുന്നതുകൊണ്ട്, എനിക്ക് വേണം, എനിക്ക് എന്നുള്ള സ്വാർത്ഥത. ഇങ്ങനെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ദൈവം അയച്ച വേദഗ്രന്ഥത്തിൽ, ദൈവം അയച്ച പ്രവാചകർ പഠിപ്പിച്ച മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഇതൊന്നും സ്വീകരിക്കാതെ സ്വാർത്ഥന്മാരായി നമ്മൾ ജീവിക്കുകയും നമ്മൾ കാണിക്കുന്ന അക്രമങ്ങളും അനീതികൾക്കും മറ്റ് പല പാപങ്ങളും അനുഭവിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ സ്വാർത്ഥരായിക്കൊണ്ട് നമ്മൾ ഭൂമിയിൽ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾക്ക് ദൈവത്തിനെ നമ്മൾ കുറ്റം പറയുകയും ചെയ്യുന്നു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ വിശ്വാസമുള്ള ദൈവിക കൽപ്പനകൾ അനുസരിച്ച ആൾ അവർ അനുഭവിക്കുന്ന പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളും ഒക്കെ ഈ ഭൂമിയിൽ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അത് പ്രവാചകന്മാർ വരെ ആ ഒരു ബുദ്ധിമുട്ടും ത്യാഗങ്ങളൊക്കെ സഹിച്ച ആളുകളാണ്. നിരപരാധികളായ പിഞ്ചുകുട്ടികളുടെ തലയിലേക്ക് ബോംബുകൾ കൊണ്ടുവന്നിട്ട് അവരെ കത്തിക്കരിച്ച് ചാരമാക്കി കളയുമ്പോൾ അത് കണ്ട് രസിക്കുന്ന പട്ടാളക്കാരുണ്ടാകുമ്പോൾ, അപ്പോൾ ഈ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സന്ദർഭത്തിൽ, അതായത് പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ ആ അനുഭവിക്കുന്ന ത്യാഗം, അതുപോലെ തന്നെ ബോംബ് വീണ് അല്ലെങ്കിൽ പലരുടെ അക്രമങ്ങളിലൊക്കെ ഏറ്റുകൊണ്ട് വേദനാജനകമായ മരണം വരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് വിടപറഞ്ഞു പോകുന്നവർ, അവർക്ക് ആ ഒരു സമയത്തുള്ള ത്യാഗത്തിന് അവരുടെ ഖബറിലേക്ക് അല്ലെങ്കിൽ അവരുടെ പാരത്രിക ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്ന നന്മകൾ വളരെ നമ്മൾക്ക് ആലോചിക്കാൻ പറ്റാത്തത്ര, ഈ ഭൂമിയെ മുഴുവൻ കിട്ടിയാലും അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു 10 ഭൂമി കിട്ടിയാലും അതൊന്നും ചെയ്യാൻ പറ്റാത്തത്ര വലിയ സൗഭാഗ്യങ്ങളാണ് അവർക്ക് വെച്ചിരിക്കുന്നത്. ഒരു വിശ്വാസി അവൻ ഇതുപോലെ ഷഹീദായിക്കൊണ്ട് അവൻ മരണപ്പെട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ചെന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അവൻ ചോദിക്കുക, അതായത് എനിക്ക് ഒന്നുകൂടി ഭൂമിയിലേക്ക് പോയിട്ട് ഇതുപോലെ ത്യാഗങ്ങൾ, കുറച്ചും കൂടി കൂടുതൽ ത്യാഗങ്ങൾ സഹിച്ചു വരാൻ അവസരം തരിക എന്നാണ് ചോദിക്കുന്നത്. കാരണം അവൻ അത്രയും വലിയ സമ്മാനമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ നൽകുന്നത്. അവിടെ അത്രയും മനോഹരമായ ജീവിതമാണ് അവിടെ നൽകുന്നത്, സ്വർഗമാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ അത് ആലോചിച്ച് നോക്കുമ്പോൾ അത് കിട്ടുമെന്ന് മനസ്സിലാകുമ്പോൾ അവൻ ചോദിക്കുകയാണ്, ഞാൻ പോയി കുറച്ചും കൂടി 2-3 ബോംബും കൂടി കൂടുതൽ എൻ്റെ തലയിൽ വീണോട്ടെ, അതല്ലെങ്കിൽ അവരെന്നെ അത്രയ്ക്ക് കഷ്ടപ്പെടുത്തിക്കോട്ടെ, ഞാൻ ഒന്നും കൂടി പോയി ഒന്ന് അനുഭവിച്ചോട്ടെ, കാരണം ഇത്രയും കിട്ടുകയാണെങ്കിൽ ഞാൻ ഒന്നുമല്ല. അപ്പോൾ ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് ഇവിടെ നൽകുന്ന പീഡനങ്ങൾക്ക് അവന് കൃത്യമായത് അവന് മരണത്തിന് ശേഷം, അപ്പോൾ മരിക്കുന്ന സമയത്തുള്ള കുറച്ച് കാലങ്ങളിലെ അല്ലെങ്കിൽ ആ സമയത്തുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിച്ചാൽ അവന് പിന്നീട് കിട്ടുന്നത് വളരെ വലിയ, ഒരിക്കലും അവസാനിക്കാത്ത നന്മയുടെ സന്തോഷത്തിൻ്റെ ലോകമാണ്. നേരെ മറിച്ച് അക്രമികളായ ആളുകൾക്കോ അവർക്ക് ഇവിടെ കുറച്ച് പാവങ്ങളെ ഇങ്ങനെ കൊല്ലുകയും അതുപോലെ തന്നെ ഇടങ്ങാറാക്കുകയും ചെയ്യുമ്പോൾ അവർ ആലോചിക്കുന്നത്, അവർ വിചാരിക്കുന്നത് അവരങ്ങ് വലിയ ആളുകളായിപ്പോയി എന്നാണ്. പക്ഷേ അവർ അനുഭവിക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും അവർ മരണപ്പെടാം. പക്ഷേ ചെറിയൊരു കാലഘട്ടം മാത്രമേ ഭൂമിയിലുള്ളൂ. ആ കാലഘട്ടത്തിൽ അവർ ഈ അക്രമം ചെയ്തതിന് ബദലായിട്ട് അവർ മരണപ്പെടുന്നതോടുകൂടെ പിന്നീട് അവർക്ക് വളരെ വലിയ ക്രൂരമായ ശിക്ഷകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഭൂമിയിൽ അവർ ഓരോ നിമിഷവും ചെയ്തു പോയ കാര്യങ്ങളെ ആലോചിച്ച് അവർ ആർത്തട്ടഹസിക്കും. ഞങ്ങൾക്ക് ഭൂമിയിലേക്ക് ഒരു അവസരം തരാൻ പറയും. എന്തിന്? ഭൂമിയിൽ പോയിട്ട് നമ്മൾ നല്ല ആളുകളായിക്കൊണ്ട് അള്ളാഹുവിനെയും റസൂലിനെയും ഒക്കെ അനുസരിച്ചുകൊണ്ട് നല്ല ആളുകളായി ഞങ്ങൾ ജീവിച്ചോളാം, ഞങ്ങൾക്ക് ഇതെല്ലാം ബോധ്യപ്പെട്ടു, അള്ളാഹു സത്യമാണ്, അതുകൊണ്ട് ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ കാഴ്ചലാക്കി ഞങ്ങൾ ഭൂമിയിൽ പോയിട്ട് നല്ലവരെ, ഒരിക്കലും ഒരു രണ്ടാമതൊരു ചാൻസ് ഇല്ല. അപ്പോൾ ഈ ബോംബിട്ട് തകർക്കുന്ന ആളുകൾ അവർ വിചാരിക്കുന്നത് അവർ ജയിച്ചു എന്നാണ്. പക്ഷേ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കരുതി വെച്ചിരിക്കുന്നത് കാലാകാലങ്ങളിലേക്ക് ധൈര്യമില്ലാത്ത, സ്വസ്ഥതയില്ലാത്ത, ജീവിക്കാനും മരിക്കാനും പറ്റാത്ത ഒരു അവസ്ഥയാണ്. നരകത്തിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് അടുക്കുമ്പോൾ തന്നെ അവരുടെ തലയോട്ടി ഇങ്ങനെ അവരുടെ തലയിൽ നിന്ന് ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് പൊട്ടി
തെറിച്ചു പോകുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിക്കുന്നത്. പക്ഷേ അതോടുകൂടി ആൾ മരിക്കുകയില്ല. എല്ലാ വേദനകളും അനുഭവിച്ചതിന് ശേഷം ആ ശരീരത്തിലേക്ക് വീണ്ടും എല്ലാം റീഫിറ്റ് ചെയ്യപ്പെടുകയാണ്. വീണ്ടും അതുപോലെ തന്നെ സംഭവിക്കുകയാണ്. ഒന്ന് തന്നെ ഞങ്ങളെ മരിപ്പിച്ചു തരൂ, അതായത് നരകത്തിൽ കിടന്നിങ്ങനെ സഹിക്കാൻ വയ്യ, ഞങ്ങളെ ഒന്ന് മരിപ്പിച്ചു തരൂ എന്ന് അവർ കേണ് പറഞ്ഞു നോക്കും. പക്ഷേ ഒരു രക്ഷയുമില്ല, അവർക്ക് അവിടെ മരണവുമില്ല, എന്നാൽ ജീവിക്കാനും പറ്റാത്ത ഒരവസ്ഥ. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആരാണ് ഭാഗ്യവാന്മാർ? ഭൂമിയിൽ അക്രമം കാണിച്ചവർക്ക്, അനീതി കാണിച്ചവർക്ക്, അതുപോലെ തന്നെ ദൈവനിഷേധം കാണിച്ച ആളുകൾക്ക് വരാനിരിക്കുന്നത് കൃത്യമായി നമ്മളെ ദീന്, അതായത് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിശ്വാസിയായി നല്ല മനസ്സോടുകൂടി സൽക്കർമ്മങ്ങളോടുകൂടി നമ്മൾ അള്ളാഹുവിനെയും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുസരിച്ച് ജീവിച്ച ആളുകൾക്ക് ഇവിടെ ഏത് പീഡനങ്ങൾ സഹിച്ചാലും അവർക്ക് നാളെ വലിയൊരു ലോകം അവർക്ക് കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ധൈര്യം. അതായത് ന്യായം, നീതി, അള്ളാഹു സുബ്ഹാനഹു വ തആല നീതിമാനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോളം നീതിമാനായ മറ്റാരുമില്ല. അപ്പം അത്രയും കൃത്യമായിക്കൊണ്ട് ഒരു ചെറിയ നന്മ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ അതിനുള്ള പ്രതിഫലം നമ്മൾക്ക് തരും. ഒരു ചെറിയ തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവരെ കൊണ്ടുവന്ന് അതിനുള്ള ശിക്ഷ നമുക്ക് തരികയും ചെയ്യും. അപ്പോൾ കൃത്യമായിട്ടുള്ള നീതിയാണ് നടപ്പാക്കുക. അപ്പോൾ ഇവിടെ ഇന്ന് ആർത്തട്ടഹസിച്ച് നിൽക്കുന്ന ആളുകൾ നാളെ അവർ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരു അവസരം, അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഭയാനകമായ ശിക്ഷയിലേക്ക് പോകേണ്ട ഒരു അവസരം വരും എന്നുള്ളത് മനസ്സിലാക്കി അത് കൃത്യമായി അറിയുന്നത് കൊണ്ടാണ് ഇന്നും ബോംബുകൾ തങ്ങളുടെ തലയുടെ മുകളിൽ കൊണ്ടുവന്ന് ഇടുമ്പോഴും അവർ ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് ഞങ്ങളുടെ അള്ളാഹു മതി എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ അവർ നെഞ്ചോട് ചേർത്ത് പിടിക്കാനുള്ള കാരണം ചെയ്ത ആരെയും തന്നെ ഒരിക്കലും തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുതെ വിടുകയില്ല. അത് ഇവിടെ അല്ലെങ്കിൽ നാളെ പരലോകത്ത് വെച്ച് അവർക്ക് ആ ശിക്ഷ നൽകുക തന്നെ ചെയ്യും എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിരീശ്വരവാദികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അതായത് ദൈവത്തിന് എന്താ പണി, ഇവിടെ ഒന്നും സമാധാനം ചെയ്യാൻ സാധിക്കാത്ത ദൈവത്തിന് എന്നൊന്നും പറഞ്ഞ് ഇവരുടെ വാക്കുകളിൽ നിന്നും ആരും വീണു പോകണ്ട. കാരണം ദൈവം കൃത്യമായി എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. നിങ്ങളെങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത് എന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് എതിരെ ചെയ്യുന്ന ആളുകൾക്ക് പിന്നീട് ശിക്ഷ അനുഭവിക്കേണ്ട വരും. അത് സ്വീകരിക്കുന്ന ആളുകൾക്ക് സ്വർഗവും ഉണ്ട് എന്നുള്ളത് നമ്മുടെ പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്ന ഒരു സത്യമാണ്. അത് ലഭിക്കുക തന്നെ ചെയ്യും. ശിക്ഷയാണെങ്കിലും സ്വർഗമാണെങ്കിലും നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.